ഈ വാതിലടച്ചിറങ്ങുന്ന ഇദ്ദേഹമാണ് ഇവിടുത്തെ കാരണവർ കേട്ടോ. കാരണവർ വാതിലെല്ലാം പൂട്ടി ഇറങ്ങുന്നുണ്ട്. അനിയമ്പാവയും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് നല്ല അടിപൊളി മഴ പെയ്യുന്ന ദിവസമാണ് ഞായറാഴ്ച. അപ്പോൾ എല്ലാവരും കൂടെ പോകുന്നത് എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഫ്രണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്താണ്, എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്താണ്. അതേപോലെ തന്നെ ഞങ്ങൾ ഡിഗ്രി മുതലേ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സാട്ടോ. ഇപ്പോഴും ഒരേപോലെ ആ ബന്ധം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ നമുക്ക്, എന്തെങ്കിലുമൊക്കെ ടെൻഷനും കാര്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഈ വിളിക്കൽ ഒരു മാസം കൂടുമ്പോൾ ആയിരിക്കാം. എന്നാൽ പോലും ആ ഒരു വിളിക്കുന്നേരം ഒരുപാട് നേരം സംസാരിച്ച് റിലാക്സ് ആവുന്ന ചില ഫ്രണ്ട്സുകൾ. അപ്പോൾ ആ കൂട്ടത്തിലാട്ടോ വിജിനീൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വേണേട്ടൻ. അപ്പോൾ കണ്ണാടി കണ്ടാൽ ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉള്ളതിനെ കൊണ്ട് ഞാനും കുഞ്ഞും ദേവും കൂടെ കുറച്ച് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. പിന്നെ കോഴിമുട്ട, പഴം പൊരിച്ചത്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആക്കിയിട്ടുള്ള ചായ കുടിച്ച് കഴിയുന്നവരെ കഥ പറച്ചിൽ തന്നെയാണ് കേട്ടോ. ഇതൊരു എല്ലടെ പോയാലും ഇതൊരു സ്ഥിതിയാണല്ലോ അല്ലേ, കുറേ നേരം ഇരുന്ന് കഥ പറയുക. അവസാനം ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഏതായാലും ഭക്ഷണം കഴിഞ്ഞിട്ട് പോവാന്നുള്ള അഭിപ്രായത്തിൽ. ഇതാണ് നമ്മളെ വേണേട്ടൻ. മിലിറ്ററിയിലായിരുന്നു, ഇപ്പം റിട്ടയർഡായി വന്നിട്ട് 1-2 മാസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ കിട്ടലില്ലല്ലോ. അപ്പോൾ സൈഷറിന് കുറേ നേരം എന്തൊക്കെയോ സംസാരിക്കുക. മക്കളും ഉണ്ട്. മക്കൾക്കാണെങ്കിൽ അവിടെ ഒരിക്കും 2 ആൺകുട്ടികളാണ്. അതുകൊണ്ട് കളിക്കാൻ കിട്ടിയൊരു ചാൻസും കൂടിയാണല്ലോ. ഒരാൾ കുറച്ച് വലുതാണ്, എന്നാലും ഇവരെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പം മക്കൾ 5 ആളും കൂടെ ഇരുന്ന് കളിച്ച് കുറേ നേരം കഴിഞ്ഞപ്പം പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ കുഴിമന്തി ആയിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ കുഴിമന്തിയൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. സിദ്ധുവിനൊക്കെ ആടി എത്തിയപ്പോൾ തിരിച്ചിങ്ങോട്ട് വരണമെന്നില്ല കേട്ടോ. ഇന്ന് ഇവിടെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് അമ്മ എന്നാ സ്കൂളില്ലേ ഞാൻ നിൽക്കാമെന്ന്. പറഞ്ഞ പോലെ തന്നെ അതേ ഇത് കേട്ടിട്ടാന്ന് തോന്നുന്നു പിറ്റേ ദിവസം തിങ്കളാഴ്ച നമുക്ക് ലീവാണ്, മഴ കാരണം അവധിയാണല്ലോ. അത് കേട്ടപ്പം പിന്നെ ഭയങ്കര സന്തോഷമായി. പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെ താമസിച്ചിട്ടോ. അങ്ങനെ ഇന്ന് രാവിലെയാണ് വന്നത്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.